ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും സമാധാന ചർച്ചകൾക്ക് സാഹചര്യമൊരുങ്ങുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യ വെടിനിർത്തൽ സമയപരിധി ഏപ്രിൽ 21 അവസാനിക്കാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടാം വട്ട ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധം തുടർന്നാൽ ഗൾഫ്, ചെങ്കടൽ, ഗൾഫ് ഓഫ് ഇറാൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. ഹോർമൂസിന്റെ നിയന്ത്രണവും ലബനോൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നാക്രമണവും ഉൾപ്പെടെയുള്ള നിബന്ധനകളിൽ തട്ടിയാണ് ഒന്നാം ഘട്ട ചർച്ചകൾ വഴിമുട്ടിയത്. അന്ന് ഇസ്ലാമാബാദിൽ നിന്ന് ഇരു കൂട്ടരും മടങ്ങിയെങ്കിലും ചർച്ചകളുടെ നേരിയ സാധ്യത വീണ്ടും വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചന ന്യൂയോർക്ക് പോസ്റ്റിന്റെ മാധ്യമപ്രവർത്തകരോട് പങ്കിട്ടത്. അമേരിക്ക മുന്നോട്ട് വച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരു സമാധാന കരാറിലെത്തേണ്ടത് ഇറാന് ഏറെ അനിവാര്യമാണ് എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുമ്പോഴും കരാറിലെത്താനുള്ള തിടുക്കം ട്രംപിനാണ്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ, ഗൾഫ് ഓഫ് ഇറാൻ എന്നീ ജലപാതകളിലൂടെയുള്ള യാതൊരുവിധ ഇറക്കുമതിയോ കയറ്റുമതിയോ ചരക്ക് നീക്കമോ അനുവദിക്കില്ലെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും ചർച്ചകളുടെ സാധ്യത തെളിഞ്ഞതോടെ എണ്ണവിലയിൽ സ്ഥിരത തുടരുന്നുണ്ട്. ഏഷ്യൻ വിപണികളിലെല്ലാം നേട്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത്. സമാന്തരമായി ലബനൻ സർക്കാരുമായി ഇസ്രായേൽ നടത്തിയ ചർച്ച വാഷിംഗ്ടണിൽ പൂർത്തിയായി. തുടർ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.